ആയിട്ട് അവർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. സോ നേരത്തെ ഇൻവൈറ്റ് ചെയ്തതുപോലെ ആദ്യം നമുക്ക് നമ്മുടെ ഡയറക്ടറിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ് മീ ഇൻവൈറ്റ് വർഷ വാസുദേവ്. വർഷ ഞാൻ ഒരിക്കൽ കൂടെ താഴോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. And now producer Abhijit Babuji, Abhijit sir ഒരിക്കൽ കൂടെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. യെസ്, ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലൈൻ നമ്മൾ കേൾക്കുന്ന സമയത്ത് വി കാൻറ്റ് ഈവൻ ഇമാജിൻ വേറൊരു ഫേസ് അല്ലേ. നമ്മുടെ ഫസ്റ്റ് വരുന്ന ഒരു ഫേസ് ഉണ്ട്, ഒരു ബ്യൂട്ടി ഉണ്ട്. തീർച്ചയായിട്ടും ആ പേഴ്സൺ തന്നെയാണ് എഗെയിൻ നമ്മളോടൊപ്പം ചിന്ന ചിന്ന ആസയായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം മധുബാല. പ്ലീസ്. എന്നത്തെ പോലെ വളരെ സുന്ദരിയായിട്ട് ഗോർജിയസ് ആയിട്ടാണ് മാം ഇന്നും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. പ്ലീസ്. എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് തമിഴിലൊക്കെ പോയി സൂര്യ സാറൊക്കെ ഇങ്ങനെ നമ്മുടെ മലയാളികളുടെ പേര് വീണ്ടും വീണ്ടും പറയാൻ കാരണക്കാരനായിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. നമ്മുടെ സ്വന്തം എൻട്രൻസ് ഏട്ടനാണ് ഇനി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ മുൻപോട്ട് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം. ആൻഡ് നൗ ഒരു ചെറിയ ഡയലോഗിൽ ചെറുതായിട്ട് കുറച്ച് ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ തന്നിട്ടുണ്ട് ഇദ്ദേഹം. ലെറ്റ്സ് വെൽക്കം ജാഫർ സാദിഖ്. അദ്ദേഹത്തെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. വാരണാസി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന്റെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മൾ ട്രെയിലറിൽ കണ്ട ഓരോ ഷോട്ട്സിനും എത്ര ബ്യൂട്ടി ഉണ്ടെന്ന് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി. അത് കവർ ചെയ്ത് നമ്മുടെ സ്വന്തം DOP ആണ് ഇനി ഇൻവൈറ്റ് ചെയ്യാനുള്ളത്. ലെറ്റ് മീ ഇൻവൈറ്റ് ഫായിസ് സിദ്ദീഖ് സാറിന്റെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓപ്പറേഷൻ ജാവയും 1000 ബേബീസും ഒക്കെ കണ്ട് നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ പേര് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ഒരിക്കൽ കൂടെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. അങ്ങനെ എല്ലാവരും എന്ന് നമ്മളോടൊപ്പം പ്രസന്റ് ആയിട്ടുള്ള എല്ലാ ഗസ്റ്റും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രസ് മീറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ഹാവ് എ ഫ്യൂ വേർഡ്സ് അല്ലേ. അവർക്ക് പറയാനുള്ള വിശേഷം നമുക്ക് കേട്ടിട്ട് മൂവ് ചെയ്യാം. ഇതിൽ ആരാണ് ആദ്യം സംസാരിക്കേണ്ടത്? എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ റോമാൻസിഫിക്കേഷൻ വരാനുള്ള അതുപോലെയാണ് ഞങ്ങൾ കുറെ വീഡിയോസിലൊക്കെ ഇങ്ങനെ പറയണത് കേട്ടത്. ഞങ്ങൾക്ക് ഇങ്ങനെ സന്തോഷവും അഭിമാനമൊക്കെ തന്ന നിമിഷങ്ങളായിരുന്നു. ചേട്ടാ ചിന്ന ചിന്ന ആശയായിട്ട് വരുമ്പോ എന്താ ഞങ്ങളടുത്ത് പറയാനുള്ളത്? യെസ്, അത്രേ ഉള്ളൂ, ചിന്ന ചിന്ന ആശകളേ ഉള്ളൂ. ബാക്കി അതിനെ കുറിച്ച് കാര്യമായിട്ട് ആ ആശയം ഒന്ന് വളർത്തി തരുന്ന വർഷയും അഭിജിത്തും കൂടെയാണ്. അവർക്കത് അവരുടെ ഒരു ചെറിയ പടമെന്നാണ് അവർ പറയുന്നത്. നമ്മളെ നല്ല വലിയ പടമായിട്ട് തന്നെ ഇരിക്കുവാണ്. അതിനെ ഒന്ന് വളർത്തിയെടുക്കണം ഒന്നുകൂടെ എല്ലാവരും കൂടെ. ഇനി പറയാനുള്ളപ്പോൾ മധുമേടത്തിനാണ്. മധുമേടത്തിന് ആ സിനിമയിൽ ശകലവും മേക്കപ്പും ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. അതിൻ്റെ പല തീർക്കുകയാണ്. ഇനി നന്നായിട്ട് ഒരുങ്ങി ഇനിയും വേറെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് അടുത്ത ഫംഗ്ഷൻ വരുമെന്ന് പറഞ്ഞിരിക്കുക. എങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ചേട്ടാ മാഷേ എന്നുള്ള വിളി എവിടെയോ ഞങ്ങൾ കേട്ടുമല്ലോ അല്ലേ? അപ്പൊ മാഷിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. മധു മാം നമസ്കാരം. മാം, ലൈക് ചിന്ന ചിന്ന ആസയെന്ന് കേൾക്കുന്ന സമയത്ത് വി കാൻ ഇമാജിൻ എനി അതർ ഫേസ്. സോ ഫസ്റ്റ് ഈ മൂവി സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ ആൻഡ് ഈ മൊമെന്റ് വരെ എത്തുന്ന ജേർണിയിൽ മാം എന്താണ് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ?
என்ன ஷமிக்கணும், நான் கொஞ்சம் இங்கிலீஷ்ல பேசிக்கலாமா இல்லை தமிழ்ல பேசலாமா? தமிழ்ல பேசலாம். எனக்கு ரொம்ப ரொம்ப சந்தோஷம். எனக்கு இந்த சினிமா இங்கே வருஷா என்ன மைண்டில் வச்சுட்டு இந்த ஸ்கிரிப்ட் எழுதியிருக்காங்க. அவங்க என்கிட்ட வச்சியே இந்த டைட்டில் இந்த ஸ்கிரிப்ட் அப்படியே பக்காவாக பண்ணிட்டு வந்தாங்க. அண்ட் இது என்கிட்ட எப்போ வந்ததோ அப்போ எனக்கு நம்பவே முடியல. இதே சின்ன சின்ன ஆசை நான் உடனே எல்லாரோட மைண்ட்லேயும் ரோஜா, மதுபாலா, ரோஜா அதுதான் வரும். பட் ஆனால் அந்த டைட்டிலை வச்சுட்டு ஒரு புதுமையான கதை, அப்சல்யூட்லி இது வரைக்கும் நான் இந்த மாதிரி ரோல் ப்ளே பண்ணினதே இல்லை. ஸோ என்னை எப்படி அவங்க மைண்டில் வச்சுட்டு இதை எழுதின்னு வந்தாங்க, எனக்கு ரொம்ப சந்தோஷமாக இருக்குது. அண்ட் அதுவும் இந்திரன் சாரோட என்னை பேர் பண்ணியிருக்காங்க, அது இன்னும் ஜாஸ்தி ஸ்பெஷல். ஏன்னா ஒரு சர்ப்ரைஸ் எலிமெண்ட் ரொம்ப இம்பார்ட்டண்ட். அவர் இவ்வளோ பெரிய ஆக்டர், அவரோட நான் பேர் பண்ணி இது மாதிரி ஒரு ஸ்ட்ரேஞ்ச் ஆட் ஒரு ஸ்டோரி ஒரு என்ன இமேஜின் பண்ணி, அதுவும் நான் வந்து மெயின் ஸ்ட்ரீமில் ரொம்ப வருஷமாக வேலை பண்ணல, அண்ட் ஸ்பெஷலி மலையாளமில் நான் ஒர்க் பண்ணல. என்ன அவங்க மைண்டில் வச்சுட்டு இந்த ஸ்கிரிப்ட் எழுதி இந்திரன் சார் அப்புறம் அமேசிங்காக ஒரு காம்பினேஷன் பண்ணிட்டு இங்கே கொண்டு வந்ததுக்கு எனக்கு ரொம்ப ரொம்ப சந்தோஷம். அந்த பேர் சின்ன சின்ன ஆசைன்னு கேட்ட உடனேயே என் மனசில் தோணிது இது எனக்காக தான் எழுதியிருக்கு அப்படின்னு. அண்ட் வருஷா அதுதான் அவங்க ஃபஸ்ட்டு எனக்கு சொல்லினதே அதுதான். நான் இது உங்களை வச்சுட்டு தான் மைண்டில் இந்த கதையை எழுதினேன், அதனால இதுதான் இந்த படத்துக்கு டைட்டில் அப்படின்னு சொன்னாங்க. താങ്ക് യു. ഒരു വലിയ ക്വസ്റ്റ്യനുള്ള ആൻസർ ഓൾറെഡി നമുക്ക് കിട്ടി. യെസ്, ആൻഡ് ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു യെസ് പ്ലീസ്. எல்லாருக்கும் வணக்கம். சின்ன சின்ன ஆசை எல்லாருக்கும் நிறைய ஆசை இருக்குங்கள. ஸோ அந்த மாதிரி இதுவும் என்னோட ஒரு சின்ன ஒரு பக்கெட் லிஸ்ட் தான். ஏன்னா நாங்கள் தமிழில் வந்து நிறைய மலையாள படம் பார்க்குறோம். இப்போ கண்டென்ட் வைஸாக பயங்கரமாக இருக்குது. ஸோ அது பார்க்கும்போது எங்களுக்கும் நிறைய ஆசை வருது. இந்த மாதிரி கதையெல்லாம் நடிக்கணும், ஃபீல் குட்டாகவும் நடிக்கணும், இப்படியும் நடிக்கலாம், இந்த மாதிரி கதையிலையும் நடிக்கலாம் அப்படிங்கிறது. ஸோ அது மாதிரி இருக்கும்போது எனக்கு சின்ன சின்ன ஆசை வந்து நான் கிரேட்ஃபுல்லாக தான் நடிக்கிறேன். தேங்க்யூ சார். இந்த படத்துல சின்ன வில்லனா அது பெரிய வில்லனா? இல்லை, நான் இது வரைக்கும் பண்ணாத ஒரு அது என்னன்னு நான் சொல்ல முடியாது. சொன்னேன் டேரக்டருக்கு வச்சுக்கோங்க, படத்தை பார்த்து தெரிஞ்சுக்கோங்க. ஆனால் இது டேரக்டரோட ஒரு ஸ்பெஷல் டச்சுன்னு நினைக்கிறேன். ஸோ ஏதாவது ஒரு பர்சனல் டச் இருக்கும்ல டேரக்டருக்கு ஒரு படத்துக்கும். ஸோ இந்த படத்தில் நான் தான் டேரக்டரோட பர்சனல் டச் நினைக்கிறேன். താങ്ക് യു സോ മച്ച്. ആൻഡ് നൗ നേരത്തെ പറഞ്ഞതുപോലെ വാരണാസി എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആസ് എ DOP ഞങ്ങൾക്ക് അറിയാം, അത് കുറച്ച് അധികം റിസ്ക് എടുത്തിട്ടുണ്ടാവും. ആൻഡ് ഫൈസൽ നമസ്കാരം. ഇതിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഭാഗ്യം എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് വാരണാസി, അതാണ് ഇതിന്റെ ഫസ്റ്റ് ഇത്. കാരണം നമ്മൾ മലയാളത്തിൽ ത്രൂ ഔട്ട് വാരണാസി ഷൂട്ട് ചെയ്ത പടമില്ല, ഇതൊന്നും ഒരു പടം ഉണ്ടായിരുന്നു, പക്ഷെ അത് ത്രൂ ഔട്ട് അല്ല. സോ ഇതില് ഈ പറഞ്ഞ പോലെ ഇന്ദ്രൻ ചേട്ടൻ മധുബാലൻ എന്നുള്ള ഒരു കോംബോ, പിന്നെ ഈ പറയുന്ന വർഷ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടിന്നായിട്ടുണ്ടായിരുന്നു. സോ ഇത് എനിക്ക് ടാസ്ക് എന്ന് വെച്ചാൽ, അതായത് വാരണാസി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു കൾച്ചറാണ്. സോ ഇതിനെ ഏറ്റവും ഭംഗിയാക്കിയാൽ മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. അതായത് വിത്ത് ആർട്ടിസ്റ്റ് ആവട്ടെ, എല്ലാവരും ആവട്ടെ, വിത്ത് എവറി പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നതാവട്ടെ, ഏറ്റവും ഭംഗിയായി കാണിക്കാൻ പറ്റുന്നത് മാത്രമല്ല. നമ്മൾ നോർമലി എല്ലായിടത്തും നമ്മൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന, അതായത് ഇപ്പൊ നമ്മൾ ജെയിംസ് ബോണ്ട് മൂവിയിലാവട്ടെ എവിടെയും ഇന്ത്യ എന്ന് പറയുമ്പോൾ സ്ലമ്മാണ് കൂടുതൽ കാണിക്കാറ്. സോ ഇറ്റ്സ് ലൈക്ക് വേസ്റ്റ് ഉണ്ടാവും അവിടെ. ബട്ട് ഈ ഒരു മൂവിയിൽ നമ്മൾ അങ്ങനത്തെ ഒരു വേസ്റ്റേ ഇല്ല. ലിറ്ററലി ഏറ്റവും നീറ്റ് ആയിട്ടുള്ള വാരണാസിയാണ് കാണിച്ചത്. ഇപ്പൊ നമ്മൾ പറയും നമ്മൾ ഇത് കണ്ടിട്ട് പല ആൾക്കാർ വാരണാസി പോകുമ്പോൾ ഞാൻ കണ്ട വാരണാസി ഇതല്ല എന്നുള്ളതാണ്. ബട്ട് ഞാൻ പറയാണ്, നിങ്ങൾ ട്രൈ ചെയ്താൽ ഈ വാരണാസിയെ ഇതുപോലെ ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വാരണാസിയെ നമ്മുടെ ജനറേഷൻ, അടുത്ത ജനറേഷൻ എല്ലാം ഇതുപോലെ കാണാൻ പറ്റും. സോ ഇറ്റ്സ് ലൈക്ക് സോ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ വാരണാസി കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ ഇതിൽ നമുക്ക് ആ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു. ആൻഡ് ഡയറക്ടർ മാം ആൻഡ് പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും ഓൾറെഡി നമ്മളടുത്ത് സംസാരിച്ചു കഴിഞ്ഞു. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ലെറ്റ്സ് ഹാവ് ദി ക്വസ്റ്റ്യൻസ് നൗ. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ പ്രസ് മീറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് പ്ലീസ്. ஒரு क्वेश्चन என்னோட டைரக்டர் கேட்கலாமா? ஷுவர் மேம். எப்படி நீங்க என்ன யோசிச்சு இந்த மாதிரி கதை எழுதுனீங்க? நான் எப்படி உங்க மைண்ட்ல ആക്ച്വലി ആ ക്വസ്റ്റ്യൻ ഞങ്ങളും ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇത് കോയിൻസിഡൻസ് ആണ്. ചിന്ന ചിന്ന ആസ എന്ന് പറയുന്ന പേരും ഞങ്ങൾക്ക് ആകെ ഈ ഒരു ലൈൻ കേൾക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഫേസും ഇത് തന്നെയാണ്.
ഞാൻ ആക്ച്വലി മണിരത്നം സാറിൻ്റെ ഒരു വലിയ ഫാനാണ്. നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ സാറാണ് നമുക്ക് റിലീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് മാധൻ മാഷ് എന്ന് പറയുമ്പോൾ എനിക്ക് വെരി ഫസ്റ്റ് ലൈൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് ഇന്ദ്രൻ സാറാണെന്നൊരു എനിക്ക് മൈൻഡിൽ അത് ഫിക്സ്ഡ് ആയിരുന്നു. ലീലയുടെ ക്യാരക്ടറിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് എൻ്റെ ലീലയ്ക്ക് 50 to 53 years ഓൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് തമിഴ് ക്യാരക്ടറാണ്. അപ്പം എനിക്ക് ഒരു പ്രോപ്പർ തമിഴ് ആക്ടർ വേണം, ഒരു ഫീമെയിൽ ആക്ടർ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ കാസ്റ്റ് ആര് വേണം എന്നുള്ള തോട്ടിൽ എനിക്ക് വെരി ഫസ്റ്റ് പോയത് മണിരത്നം സാറിൻ്റെ പഴയ ഹീറോയിൻസിൻ്റെ ലിസ്റ്റ് എടുത്താൽ എനിക്ക് മണിരത്നം സാറിൻ്റെ എല്ലാ നായകന്മാരും എൻ്റെ ഫേവറേറ്റ്സ് ആണ്. സോ വെരി ഫസ്റ്റ് അതിൽ ടോപ്പ് മോസ്റ്റിൽ ഉണ്ടായിരുന്നത് റോജയാണ്. നോക്കുമ്പോൾ എൻ്റെ ഒരു ലീലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാ ക്വാളിറ്റിയും റോജയ്ക്കുണ്ട്. ലൈക്ക് മാം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീലയും റോജയും എവിടെയോ ഒരു ഇൻബിറ്റ്വീൻ എവിടെയോ ഒരു പോയിന്റിൽ ലൈക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിൽ. സോ എനിക്ക് വെരി ഫസ്റ്റ് എനിക്ക് റോജ വന്നു, അങ്ങനെ മധുബാല എത്തി. സോ ഈ പേരും ഓൾറെഡി ഉണ്ടായിരുന്നത് ഇല്ല, ആക്ച്വലി എനിക്ക് മധു മാമിനെ കിട്ടുവാണെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു ഐഡിയ കിട്ടിയ ആ മൊമെന്റിൽ ഞാൻ ഓക്കെ എൻ്റെ മൂവിയുടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. அப்போ நான் இன்னொரு வாட்டி மணிரத்னம் சருக்கு தான் தேங்க்யூ சொல்லணும். முதல் வாட்டி ரோஜாக்கு தேங்க்யூ சொன்னேன். இப்போவும் அவர் இன்ஸ்பயர் பண்ணி தான் என்னோட டைரக்டர் வர்ஷா இது எழுதி என்னை சூஸ் பண்ணியிருக்காங்க. ஸோ செகண்ட் டைம் அரவுண்ட் ஆல்சோ வர்ஷாவோட சேர்த்து மறுபடியும் மணி சருக்கே தேங்க்யூ சொல்லணும். സെയിം നെയിം, ചിന്ന സെയിം. സോ അടുത്ത ക്വസ്റ്റ്യൻസ് മൈക്ക്. ഭയങ്കര രസമുള്ള ട്രെയിലറായിരുന്നു. ഭയങ്കര ഫീൽ കിട്ടുന്നുണ്ട്. ഓരോ ഫ്രെയിംസ് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ശരിക്കും മലയാളത്തിൽ ഇപ്പൊ ഭയങ്കര എന്താ പറയാ റഷ് ആയിട്ടുള്ള സിനിമകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ത്രില്ലേഴ്സ്, ഡാർക്ക് ഹ്യൂമർ അങ്ങനെയുള്ള സിനിമകളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഫീൽ ഗുഡ് ആയിട്ട് ഇങ്ങനെ ഒരു സിനിമ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് വാരണാസി പോലൊരു സ്ഥലത്ത് ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എത്രത്തോളം ടഫായിരുന്നു ഇത് ചിത്രീകരിക്കാനായിട്ട്? ചിത്രീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും അറിയാം വാരണാസി കുറച്ച് ക്രൗഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കുംഭമേളയുടെ എഡ്ജിലും കാര്യത്തിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മണിരത്നം സാറിൻ്റെ സ്റ്റൈലാണ് ഈ ക്രൗഡിനകത്തുള്ള രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമോഷണൽ എക്സ്ചേഞ്ച് അങ്ങനെയൊക്കെ സാർ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി അതിനൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ഞാനിത് വാരണാസി ഒരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ എഴുതിയത്. അങ്ങനെയൊരു മൂവിയല്ല. ഞാൻ എൻ്റെ ഒരു വെരി ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വേറൊരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു യാത്രക്കിടയിൽ വാരണാസിയിലോട്ട് ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പോയതാണ്. ഒരു പെട്ടെന്ന് നമുക്ക് ഒരു വിശ്വാസമുണ്ട് വാരണാസി നമ്മളെ വിളിച്ചാലേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. നമ്മൾ എത്ര ട്രൈ ചെയ്താലും പലപ്പോഴും നമുക്കത് ഇപ്പം പറ്റാറില്ല. അങ്ങനെയൊരു എന്താ പറയുക ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ വാരണാസി പോകണം എന്നുള്ള തോട്ടിൽ പോയതാണ്. അവിടെ ചെന്നിരുന്ന് എനിക്ക് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ വാരണാസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമോഷൻ ഫോർ മീ. എനിക്ക് വെരി ഫസ്റ്റ് ഡേ ആ ഒരു നൈറ്റിൽ ഞാൻ വാരണാസി ഒബിയസ്ലി നമ്മൾ ഒത്തിരി നടന്ന് നൈറ്റിൽ എക്സ്പ്ലോർ ചെയ്ത് ഗംഗഘാട്ടിലെല്ലാം ഇരുന്ന് നമ്മൾ യൂഷ്വലി നമുക്കുള്ളൊരു ഇമേജ് അല്ല നമുക്ക് അന്നേരം നൈറ്റിൽ വാരണാസി ഘാട്ടിൽ നമുക്ക് കിട്ടാറ്. അപ്പോൾ ഒബിയസ്ലി ഞാൻ ഇരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ഇമോഷണൽ കണക്ട് കിട്ടി. എനിക്കിവിടെ അത് എനിക്കറിയാം എന്താ അത് കാണാനൊരു ബ്യൂട്ടി എന്നുള്ളതല്ല, നമുക്കൊരു ഇന്റേണൽ എന്തോ ഒരു കണക്ട് തോന്നും ആ മണ്ണിനോട്. അങ്ങനെ എനിക്കൊരു ആഗ്രഹം തോന്നി ഇവിടെ ഈ പശ്ചാത്തലത്തിൽ എനിക്കൊരു കഥ പറയണം എന്നുള്ളൊരു അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വാരണാസി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനി പോലെ. അങ്ങനെ ഞാൻ വേറൊരു സിനിമയുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്നൊരു തോട്ടാണ്. പിന്നെ എനിക്ക് എല്ലാം എൻ്റെ സുഹൃത്ത് നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഞാൻ ഒരു കഥ എഴുതി അഭിജിത്തിനായിട്ട് സംസാരിച്ചു. എല്ലാം എനിക്ക് വളരെ എന്താ പറയുക ഭയങ്കര ഈസി ആയിട്ട് നടന്നു. ലൈക്ക് മാമിൻ്റെ ഒരു ഡേറ്റ് ക്ലാഷ് അത് മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് നടന്നിട്ടുള്ളൊരു മൂവിയാണ് ഇത്. അതായത് എനിക്കത് അങ്ങനെയാണ് ലൈക്ക് എല്ലാം ഒരു മാജിക്കലി അഭിജിത്ത് ഇൻവോൾവ് ചെയ്തു, മധു മാം, ഇന്ദ്രൻ സാർ, എല്ലാവരും ഗോവിന്ദ സാർ, എല്ലാവരും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ കഥ എഴുതിയതിൻ്റെ ഒരു എഫേർട്ട്ലെസ് അതെനിക്ക് എല്ലാ ടെക്നീഷ്യൻസിൻ്റെ കാര്യത്തിലും എനിക്ക് അവരെ കിട്ടാനുണ്ടായിട്ടുണ്ട്. ഇതാണ് ആൻസർ എന്ന് വിചാരിക്കുന്നു. ഇതാണ് ചോദിച്ചത്.
മാം അതേപോലെ തന്നെ ഇപ്പം ഫസ്റ്റ് ഷോപ്പിൽ എൻ്റെ നാരായണിക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കിയാൽ ഈ പറയുന്ന പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ, അത് സംസാരിക്കാനായിട്ട് 100 കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരാളുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് ആ ഷോപ്പിൽ ഭയങ്കര രസമായിട്ട് അത് ആള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനുശേഷം ഇപ്പം ഇതിലെ ലീല എന്ന കഥാപാത്രത്തെ നോക്കിയാലും എല്ലാ ലീല എന്ന കഥാപാത്രം വഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായി കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിക്കാൻ വേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരു അവസ്ഥ, ഒരാളെ കേൾക്കാൻ വേണ്ടി വരുന്ന അവസ്ഥ, ട്രെയിലർ കണ്ടപ്പോൾ ഫീലിംഗ് കിട്ടി. അപ്പോൾ ലീല എത്രത്തോളം റിലേറ്റബിൾ ഒത്തിരി എനിക്ക് തോന്നുന്നു ഫീമെയിൽ എല്ലാവർക്കും ഇത് സ്വീകരിക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ലൈക്ക് ഷീസ് സോ പ്യുവർ, ലൈക്ക് എല്ലാവർക്കും കറക്റ്റ് ആവും. അതെനിക്ക് താങ്കൾ മെയിലായത് എനിക്ക് അറിയില്ല, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ മൂവി റിലീസ് ചിലപ്പോൾ ഐ ഹോപ്പ് ഫീമെയിൽ കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂവി എന്ന് പറഞ്ഞാൽ കുറച്ച് മൊമെന്റ്സ് ആണ്. ലൈക്ക് നിങ്ങളിപ്പോൾ ട്രെയിലറിൽ കണ്ട പോലെ 2 പേര് കുറച്ച് സമയം കുറച്ച് നേരം അവർ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അവർ. അപ്പോൾ അത് ഒരുപാട് നമുക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂവിയുടെ ഒരു ആസ്വാദനത്തെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. വാരണാസിയിൽ ഒരുപാട് ആളുകൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ തോന്നിയൊരു കാര്യം, ലീല എന്ന കഥാപാത്രം അവിടെ വാരണാസിയിൽ വന്നുപെടുകയും എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിറവേറ്റാനാണെന്ന് തോന്നുന്നു. അങ്ങനെയൊരു കൺസെപ്റ്റ് ആയിരിക്കും സിനിമ. അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ആദ്യത്തെ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ലവ് സ്റ്റോറിയായിട്ടാണ് തോന്നിയത്. ട്രെയിലർ കണ്ടപ്പോൾ വേറൊരു ചിന്തയാണ് വന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, അതായിരിക്കുമോ സിനിമ? ഇതിൽ ആക്ച്വലി എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഫിലോസഫി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 2 മനുഷ്യർ തമ്മിലുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കംഫർട്ട് ആവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഡെസ്റ്റിനി അത് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ വാരണാസിയുടെ കുറേ എലമെന്റ്സ് പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഇത് 2 മനുഷ്യർ തമ്മിലുള്ളൊരു എന്താ പറയുക, ഹൃദയബന്ധം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു പ്ലോട്ടാണ്. അങ്ങനെ മാത്രം നമ്മളതിനെ അങ്ങനെയാണ് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ഒബ്വിയസ്ലി വാരണാസി വന്നു പോകുന്നുണ്ട്. ഇവർ തമ്മിൽ ഉണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസിലും കാര്യത്തിലൊക്കെ വാരണാസിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു റോള് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് അതുപോലെ മാം ഹായ്. മോഹൻലാൽ, മമ്മൂട്ടി, ഇംഗ്ലീഷ് ഇവരൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. എത്ര സ്വീറ്റാണ് ഞങ്ങളുടെ ഇന്ദ്രൻസ് ആക്ടിങ്? இந்திரன் சார் ரொம்ப ரொம்ப ஸ்வீட். ஏன்னா லாலேட்டா மம்முக்கா அவரோட ஒர்க் பண்ணச்சு நான் ரொம்ப யங், ஒன்றுமே தெரியாமல் இருந்தது. அண்ட் ஆல்சோ இப்போவும் எனக்கு அவ்வளோவா ஞாபகமும் இல்லை. 30 years ப்ளஸ் அந்த ஷூட்டிங்க்கு ஆயிடுது. ஆனால் இப்போ நான் நிஜமாவே டிஃப்ரெண்ட் கேரக்டர்ஸ் பண்ணணும்னு ஆசைப்படுறேன், டிஃப்ரெண்ட் ஃபில்ம்ஸ் பண்ணணும்னு ஆசைப்படுறேன். இந்த மாதிரி நான் வந்துருச்சு இந்திரன் சார் மாதிரி ஒரு எக்ஸ்பீரியன்ஸ்டான ஆக்டரோட ஒர்க் பண்ணுறது அது ரொம்ப சந்தோஷமான விஷயம். அது மட்டும் இல்லாமல் அவரோட பர்சனாலிட்டி, அவர் ஹம்பிளாக இருக்கிறது, இவ்வளோ பெரிய சக்ஸஸ் இப்போ கூட ரீசெண்டாக அச்சீவ் பண்ண அப்புறமும் இவ்வளோ ஹம்பிளாக உட்காந்துருக்கிறது, அதுவே எனக்கு ஒரு புது எக்ஸ்பீரியன்ஸ். ஸோ எனக்கு என்னோட கோ ஆக்டர்ஸ்கிட்டேருந்தும் அப்புறம் என்னோட டைரக்டர் எல்லார்கிட்டையும் எனக்கு வாரணாசியில் எல்லாரும் ஒரு ஃபேமிலி மாதிரி இருந்து, ஒரு ஆக்டரோ இல்லை டெக்னீஷியனோ அப்படி இல்லாமல் ஒரு ஃபேமிலி மாதிரி கூட இருந்து 1 மாதம் ஷூட்டிங் பண்ணினதில் அவங்க சொன்ன வேர்டு ஹிருதய பந்தம், அது எனக்கு அந்த கேரக்டர் லீலா மாஷிக்கு மட்டும் இல்லாமல் பட் இருக்கிற எல்லாரோடையுமே ஒரு நைஸ் ஃபீலிங் இருந்தது. அதுவும் கும்பு மேலாக்கு முன்னாடி இந்த நடந்த படம். ஸோ அங்கே வாரணாசியில் போனீங்கன்னா உங்களுக்கு ஒரு ஸ்பிரிச்சுவல் எனர்ஜி ஒன்று இருக்கும். அதில் இந்த மாதிரி அப்புறம் நம்ம ஃபேஸ் பாய் வாரணாசியை க்ளீனாக காமிச்சிருக்காரு, பியூராக. இவங்களும் அந்த வேர்டு பியூர் அப்படின்னு யூஸ் பண்ணாங்க. அந்த 1 month ஷூட்டிங்கில் ஆஸ் அன் ஆர்டிஸ்ட் அண்ட் ஆஸ் அ நாட் ஆர்டிஸ்ட் அதர்வைஸ் எனக்கு ஒரு பியூரிட்டி ஃபீலிங் இந்த படத்துலையும் அண்ட் வாரணாசிலையும் ஃபீல் ஆச்சு. அதில் இந்திரன் சார் அவரோட இன்னசென்ஸ், அவரோட எக்ஸ்பீரியன்ஸ் எல்லாமே என்னோட ஹார்ட்டை ரொம்ப டச் பண்ணிது.
ശരിക്കും മലയാള സിനിമയിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻസ് എന്നൊരു കലാകാരനെ മലയാള സിനിമ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നത് സമയം കൂടെയാണെന്ന് പറയാം. കാരണം മലയാളം മാത്രമല്ല തമിഴ് സിനിമയിൽ പോലും അവിടെ ഉള്ളവർ പറയുന്നത് ഇന്ദ്രൻസിനെ പോലെ കലാകാരന്മാരാണ് ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ആവശ്യമുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കഥാപാത്രം അത് പ്രോസസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഇതിൽ ആദ്യത്തെ പാട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും സോഷ്യൽ മീഡിയ പറയും ഇന്ദ്രൻസിന് നല്ലൊരു റൊമാൻറ്റിക് റോൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ട്രെയിലർ പറയുമ്പോൾ ഇതൊന്നും അല്ല, വേറെ ലെവലൊരു കഥാപാത്രമാണ്. ശരിക്കും എങ്ങനെയാണ് ഒരു ക്യാരക്ടർ പ്രോസസ്? വന്ന് കിട്ടുന്നുണ്ട്, ഇതിലേക്ക് നമുക്ക് പ്രാർത്ഥനയുണ്ട്, നല്ല കാത്തിരിപ്പുണ്ട്, അങ്ങനെ വന്ന് ഭവിച്ചതാണ്. പക്ഷെ എനിക്ക് ഓരോ പടം ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ കാത്തിരുന്ന കുറേ പടങ്ങൾ സിനിമകൾ കിട്ടുമെങ്കിലും ചില ക്യാരക്ടറുണ്ട് ഇങ്ങനെ ജീവനുള്ളത്, അത് വരുമ്പോഴത്തേക്ക് അത് സംഭവിക്കുന്നത് വരെ ഭയങ്കര ആദിയാണ്. ഇതിപ്പോൾ വർഷം വന്ന് കഥ പറഞ്ഞിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. വേറെ ഒന്നും ചോദിക്കാതെ ഞാൻ റെഡി പറഞ്ഞു അവരുടെ ഇഷ്ടത്തിന്. കാരണം അതിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് അന്ന് പറഞ്ഞതും പത്തുമേളത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറയണമെന്നുണ്ടായിരുന്ന ഒരു വാക്ക്, ആരാണ് മാധവമാഷം ചോദിച്ചാൽ പേര് പറയില്ലേ, തീരുമാനിച്ചില്ല എന്നേ പറയാവൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വിളിച്ച് അന്വേഷിക്കും മലയാളത്തിൻ്റെ ആധുനിക കോമഡിയൊക്കെ ചെയ്ത് എടുക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരതൊന്ന് വിട്ടുപോകും. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലരും അങ്ങനെ എനിക്ക് പല സിനിമകളിൽ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾക്ക് വന്ന് പറയുന്ന കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിലൊക്കെ വലിയ ആർട്ടിസ്റ്റിൻ്റെ പേര് പറയും, പക്ഷേ അവസാനം അവരൊന്നും കിട്ടാറുണ്ടാവില്ല. നമുക്ക് തൃപ്തിയാണ്, നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് പോയാൽ മതി, എങ്കിലും അതൊരു ആദ്യമായിട്ട് വേണം. അപ്പോൾ ഇത് മധുവാൻ സമ്മതിച്ചു, ഇഷ്ടമായെന്ന് വർഷമെന്ന് പറയുന്നു. ഞാനും അതുപോലെ ആ ഒരു ഡേറ്റിൽ നോക്കി കാത്തിരിക്കുന്നു. പിന്നീട് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളോ ഇച്ചിരി ഒരാഴ്ച നീളുമ്പോഴോ എനിക്ക് പ്രശ്നങ്ങളാണ്. ഞാൻ പിന്നെ ഈ കൊടുത്ത ഡേറ്റും മറ്റേ അടുത്ത കമ്പനിയായിട്ടും വഴക്കുണ്ടാക്കി ഇതിന് കാത്തിരിക്കുന്നത് എങ്ങാനും ഒരു കാരണം കൊണ്ട് അവർ മാറിപ്പോയാൽ പിന്നെ ആരെങ്കിലും ആയിരിക്കും വന്നുപോവുകയാണ്. അതുകൊണ്ട് സിനിമയുടെ മൊത്തത്തിൽ തന്നെ എനിക്ക് എൻ്റെ കാര്യം ചെയ്യുന്നതും ഇതിൽ നിൽക്കുന്ന ആളിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല അതിൻ്റെ വിജയത്തെ അത് ബാധിക്കും. അങ്ങനെ ഞാൻ ഇത്തിരി ആദ്യം പിടിച്ചിരുന്നതാണ്, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. മധുമേടം വന്നു, അപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ 5D ക്യാമറ ചെയ്യുന്നു, എഡിറ്റർ ആയാലും മ്യൂസിക് ആയാലും എല്ലാം ഏറ്റവും നല്ല കൂട്ടുകാരെ തന്നെ വർഷം കണ്ടുപിടിച്ചപ്പോൾ അത് ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. 19 ശേഷം മുതലങ്ങോട്ടുള്ള ഏറ്റവും യാതൊന്നും അറിയാനുള്ള ഒരു ചങ്കെടുപ്പോടുള്ള കാത്തിരിപ്പാണ്. അത് തന്നെ സ്നേഹം, എല്ലാവരും പരസ്പരം സ്നേഹവും. അതിന് പേര് പറയാൻ പറ്റും, ചിലപ്പോൾ പ്രേമമാണോ അല്ലെങ്കിൽ അല്ലാത്തൊരു സുഹൃത്തുക്കൾ അങ്ങനെ ഒന്നും പറ്റാത്ത സ്നേഹമുണ്ട്, ബന്ധങ്ങളുണ്ട്. അങ്ങനെയാണ്, അങ്ങനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മബന്ധമാണ് ഇതിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ളതെന്ന് തോന്നുന്നു. ഇദ്ദേഹമൊക്കെ വന്നിട്ട് നമുക്ക് വളരെ അതിരിച്ച് ഈ സിനിമയിൽ ഒന്ന് ചേർന്ന് നിർത്തുന്ന ഒരു ആർട്ടിസ്റ്റേ ഉള്ളൂ ഇദ്ദേഹമായിട്ട് എന്ന് തോന്നുന്നു. ഇന്ദ്രചേട്ടൻ വന്ന കാലം മുതലേ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒന്ന് നായക നടനായിട്ട് വേണം, കുറച്ച് അവാർഡുകൾ മേടിക്കണം, നല്ല നായികമാരോട് ഇതിൽ അഭിനയിക്കണം. ഇതൊക്കെ ആദ്യകാലങ്ങൾ നടന്നിട്ടില്ലെങ്കിലും പിന്നീട് ഈ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചു തന്നു. ഇപ്പൊ നല്ല ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു നടിയെ കൂടുതൽ അഭിനയിക്കാൻ. അപ്പം ഈ ആഗ്രഹങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ദൈവത്തിനോട് പറയാറുണ്ടല്ലേ? പിന്നെ പറയാറുണ്ട്. ഹേമമാലിന്യായിരുന്നു പക്ഷെ ആ കുടുംബത്തിൽ പണ്ട് കാലങ്ങളിൽ കുറെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ പക്ഷെ നമ്മൾ പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്നൊരു ആഗ്രഹിച്ചിരുന്നത് പലതും പുറത്ത് പറയാൻ പറ്റാത്തത്. അതിലൊന്നും ധൈര്യമില്ല. അങ്ങനെയുള്ള സമയത്താണ് കോളത്തിലാണ് ആഗ്രഹിച്ചത്. ഇപ്പോഴും അതിലും കോളത്തിലൊന്നും മാറ്റം വന്നില്ല. പക്ഷെ ജനറേഷൻ മാറിയപ്പോൾ അത് എങ്ങനെയോ ഞാൻ അവർക്ക് പാകമാവുന്ന ഒരു കാലത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞാനത് വിട്ടുപോകാതെ ഓണം ചേർന്ന് നിന്നു പോകാതെ തുടങ്ങിയത് കൊണ്ടായിരിക്കും ഇവിടെ എത്താൻ പറ്റും. അത് ഈ മാറിയ തലമുറയുടെ സമ്മാനം തന്നെയായിരിക്കും കിട്ടിക്കൊണ്ടിരുന്നത്. പറഞ്ഞതിന് ഞാൻ പറയാം. അപ്പം ഇന്ദ്രചേട്ടൻ പറഞ്ഞു ഇന്ദ്രചേട്ടനാണ് ഒരു സൈഡ് അഭിനയിക്കുന്നു പറഞ്ഞാൽ മറ്റേ സൈഡിലുള്ള പല ആൾക്കാരും
ചേട്ടൻ ആയതുകൊണ്ട് മാറിപ്പോയി. അങ്ങനെ ചിലപ്പോൾ വരും. അവരെ ആരെങ്കിലും വിചാരിക്കും എല്ലാവർക്കും വലിയ ആർട്ടിസ്റ്റോട് അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉള്ളപ്പോഴത്തേക്കും അങ്ങനെ ആയിരിക്കും മിക്കവാറും നടിമാരെല്ലാവരും അങ്ങനെയാണ്. കൂടെ അഭിനയിക്കുന്നത് നോക്കൂല്ലോ. അപ്പം നമ്മുടെ ഒരു മോഹം അങ്ങനെ വെക്കുമെങ്കിലും അവരെങ്ങനെ ചിന്തിക്കുന്നറിയില്ല. ചിലർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ ഒരു സാധ്യതയുള്ള ക്യാരക്ടറാണെങ്കിൽ അവർ നോക്കത്തില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലാത്തതെന്നുള്ള ആഗ്രഹം. മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ചേട്ടൻ നൽകിയിട്ടുണ്ട്. ചേട്ടൻ ഈ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കമ്മിറ്റ് ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് ആർട്ടിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ ആണെങ്കിൽ കാരണം അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ ചെറിയൊരു കഷ്ടപ്പാടല്ലല്ലോ. അങ്ങനെയല്ല ജി. എല്ലാ വലിയ ആർട്ടിസ്റ്റുകളെയും ചേർന്ന് നിൽക്കുന്ന അവരുടെ സിനിമയുടെ ഭാഗമാവുന്നത് നല്ല അധികം കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങൾ. കായംവരം കൊണ്ട് നമുക്ക് ഒന്നിച്ചാവില്ല. ഉൾക്കരുത്തുള്ള നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടോ? സൂര്യ സാറ് ഇന്ദ്രൻ ചേട്ടനെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. ഇപ്പം കറുപ്പ് ഇറങ്ങിയതിന് ശേഷം പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ ഇന്ദ്രൻ ചേട്ടനെ പറ്റിയുള്ള സംസാരങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ജീവിതത്തിൽ കറുപ്പിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതുവരെ നടന്നതുപോലെ തന്നെയാണോ, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്? സത്യമാണോ സ്വപ്നമാണോ എന്ന് അറിയാൻ പറ്റാത്ത, നമ്മളൊന്ന് അടുത്ത് കാണാൻ പോലും പറ്റാത്ത ആൾക്കാരോടൊത്ത് ചേർന്ന് അഭിനയിക്കാൻ കഴിയുന്നു. അവരുടെ സ്നേഹം കിട്ടുന്നു, അവർ നല്ല പറയുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ടും അത് നമുക്ക് ഒരു ദൈവാധീനം അല്ല. നമ്മുടെ ഗുരുനാഥന്മാരുടെ തമിഴിൽ നിന്ന് വരുന്ന ചാൻസുകളാണെങ്കിലും ഇപ്പൊ കൂടിയോ? അതിനെപ്പറ്റി അത് നേരത്തെ അതങ്ങനെ കിട്ടാഞ്ഞിട്ടായിരുന്നില്ല. ഇത് തന്നെ ഞാൻ പേടിച്ച് തന്നെ പോയതാണ്. അപ്പം ഭാഷ ഒരു പ്രധാനമാണ്. ശരിക്കും നമ്മൾ കോമഡി ചെയ്യുമ്പോഴത്തേക്ക് കരുതുന്ന ഒരു തയ്യാറെടുപ്പുണ്ട്. അത് മാറിയാലും നമുക്ക് ഭാഷ ഒരു വലിയ വിഷയമാണ്. മാറിയിട്ട് നമുക്ക് പ്രോംപ്റ്റ് കേട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് പഠിച്ചുകൊണ്ട് ആ ക്യാരക്ടറോടെ നിൽക്കില്ല. ചിലപ്പോൾ പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയില്ല, പകരം നമ്മളൊരു തലകുലിക്കലോ വാക്കിലോ ഒക്കെ പറഞ്ഞാൽ അത്രയും അറിയണം. അതുകൊണ്ട് ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ കുറേ പേര് വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പേടിയാണ്, ഞാൻ വരുന്നില്ല എന്ന് തന്നെ തുറന്ന് പറയുന്നുണ്ട്. അവരെ ഇപ്പം നടത്തിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാൻ പറ്റും. കറുപ്പ് തിയേറ്ററിൽ കണ്ടിരുന്നു ഇന്ദ്രൻ ചേട്ടൻ. കണ്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം അഭിനയം കണ്ടിട്ട് എന്ത് തോന്നി? കുറച്ചുകൂടെ ആയിരുന്നു. ഇടയ്ക്ക് ബ്ലാങ്ക് ആയിപ്പോയി. അവിടെ കൂടെയൊക്കെ ഒന്ന് മാറ്റി ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നി. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളുടെയൊക്കെ ഭാഗമായിട്ടാണ് പോയി കണ്ടിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പം ഇത്തിരി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ ക്യാരക്ടറും ഈ പറയുന്ന പോലെ അത്തരത്തിലൊരു ചേഞ്ച് ആക്ടിങ്ങിൽ കൊണ്ടുവരണം എന്ന് കരുതിയിട്ടാണോ കമ്മിറ്റഡ് ആയത്, അതോ മലയാളം സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള രീതിയിലാണ്? உங்களோட ப்ரீவியஸ் ஃபிலிம்ஸ் பார்த்தா ரொம்ப ரோவா അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിം தான் பண்ணிட்டு இருந்தேன். இப்போ ഇതിൽ വരുമ്പോൾ ചിന്നதாக അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടഡ് ആയിരുന്ന ഒരു ഫിലിം தான் இது, ஃபீல் குட்டான ஒரு ஃபிலிம். ஸோ நீங்கள் வந்து ആക്ടിങ്ങിൽ ഒരു ഡിഫറെൻ്റ് ആയ റോള് ട്രൈ பண்ண அந்த ഒരു ഇതിൽ ചെയ്ത വർക്കാണ് ഇത്? നിങ്ങൾക്ക് മലയാളത്തിൽ ആക്ട് பண்ணணும்னு ആസைയിൽ വന്ന പടമാണ്? இல்லை ஃபர்ஸ்ட் ஆஃப் ஆல் கேரக்டர் புதுசாக ஒன்று பண்ணணும் அப்படிங்கிற ஒரு இதுதான். கேட்கும்போதே எனக்கு புதுசாக இருந்துச்சு. ஸோ வந்து அது என்னால் பண்ண முடியுமான்னு தெரியல. ஃபர்ஸ்ட் நான் டேரக்டர்கிட்ட தான் கேட்டேன், நீங்கள் சொல்லுங்கள் என்னால் பண்ண முடியுமா, இல்லை நான் பண்ணால் அது கரெக்டாக இருக்குமா? ஏன்னா நம்ம ஒரு ஜோன்லேயே பண்ணிட்டு வந்திருக்கோம். ஸோ அது நம்மளுக்கு ஐடியாவே இருக்காது, நம்ம இந்த மாதிரி பண்ணால் எப்படி இருக்கும்னு சொல்லி நம்மளுக்கு இந்த தாட் வரவே வராது. ஸோ அவங்ககிட்டயே நான் கேட்டேன், நீங்களே சொல்லுங்கள், உங்களுக்கு ஓகே அப்படின்னா நீங்கள் கான்ஃபிடென்ட்டாக நான் வரேன் அப்படின்னு. ஸோ அவங்க வந்து இல்லை எனக்கு நீங்கள் பண்ணுவீங்க நம்பிக்கை இருக்குது, பண்ணால் புதுசாக இருக்கும்னு ஃபீல் ஆகுது அப்படின்னு. ஸோ எனக்கு அது அந்த புதுசு தான் எனக்கு தேவைப்பட்டுச்சு. ஸோ அதனால தான் ഇപ്പോൾ മലയാളത്തിൽ കുറേ ഗ്യാപ്പിന് ശേഷമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വന്നത്? അതോ അല്ലെങ്കിൽ പറയുന്നത് ചിന്ന ചിന്ന ആസ് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? വാട്ട് മേഡ് ദ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ഓൾസോ വാട്ട് മേഡ് യു ടു കമ്മിറ്റ് ദിസ് ഫിലിം? வாட் மேட் மீ கம் வந்து இந்த மாதிரி ரோல் ஆஃபர் ஆச்சுன்னா நம்ம எங்கே வேணாலும் போய் ஒர்க் பண்ணலாம்.
இந்த மாதிரி ரோல் வந்து இது வந்து லாங்குவேஜ்க்கு பியாண்ட். இது தமிழ், கன்னடா, தெலுங்கு, ஹிந்தி அப்படி கிடையாது. இந்த ரோல் அண்ட் இவ்வளோ அமேசிங்கான பீப்புள் கூட வந்திருக்காங்க. இந்த ரோல்க்காக நம்ம எங்கே வேணாலும் பண்ணலாம். அது தட் மேட் மீ கம் பேக். நான் மலையாளம் இண்டஸ்ட்ரிக்கு திரும்பி வரணும்னு திரும்பி வரல. இந்த ப்ரொஜெக்டை நம்ம பண்ணணும் அப்படின்னு நான் வந்தேன். அண்ட் மலையாளம் இண்டஸ்ட்ரியில் வந்தப்பறம் எனக்கு ரொம்ப சந்தோஷமாக இருக்குது. ஏன்னா இங்கே இருக்கிற ஆடியன்ஸ், மீடியா எல்லாருமே என்னை ஞாபகம் வச்சுருக்காங்க, ரொம்ப அன்பு காமிக்கிறாங்க. இங்கே வந்தப்பறம் எனக்கு இவ்வளோ வருஷம் கேப்க்கு அப்புறம் நம்ம வரோம், அந்த ஃபீலிங் எனக்கு இப்போ தான் தெரியுது. அண்ட் அந்த ஃபீலிங் இவ்வளோ கேப்க்கு அப்புறம் வந்தப்புறமும் என்னை எல்லாரும் ஞாபகம் வச்சுட்டு இப்படி என்னை ரிசீவ் பண்ணுறாங்க அப்படின்னு ஒரு ஃபீலிங். அதை நம்ம ஃபுல்ஃபில் பண்ணுறதுக்கு இந்த மாதிரி படம் என்னோட ஆடியன்ஸ்க்கு கொடுத்தேன்னா இது அவங்களுக்கு கரெக்டாக இருக்கும். கேப்புக்கு அப்புறம் ஏதாவது ஒரு கேரக்டர் பண்ணிட்டு போயிட்டோம்னா அது ஓகே, அப்படிதான் நடந்தது. பட் கேப்புக்கு அப்புறம் இந்த மாதிரி ஒரு படம் திருப்பி என்னோட பேர்ல இங்க வருதுன்னா அது ஒரு பெரிய பெருமையான விஷயம். നോർമലി നമ്മൾ വാരണാസി ചിത്രം അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് ചിത്രം എടുക്കുമ്പോൾ വാരണാസി കാണിക്കുമ്പോൾ എപ്പോഴും ഒരു റഷ്യനകത്ത് അല്ലെങ്കിൽ ഒരു എപ്പോഴും ഡാർക്ക് ആയിട്ടുള്ള ഇതിലായിരിക്കും നമ്മൾ കാണിക്കുക. അതിന്റെ ബ്യൂട്ടി ഒരു ലാൻഡ്സ്കേപ്പ് ആയാലും ഒതുങ്ങി ഷെലി ഷോട്ടുകളൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പെട്ടെന്ന് ഒരു വാഷൗട്ടായി പോകുന്ന സീനായിരിക്കും കൂടുതൽ കാണിക്കുക. അത് ചിലപ്പോൾ അവിടുത്തെ ഏരിയകളും ആളുകളുടെ ഇതുകൊണ്ടും ഒക്കെ ആവാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇതേപോലെ ഒരു കഥ ചിത്രീകരിക്കാൻ ഒരു പ്രോസസ്സല്ല. അപ്പോൾ എത്രത്തോളം ടഫാണ് സെറ്റ് ചെയ്ത് ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല? ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം മഹാകുംഭമേളന്റെ ടൈമിലാണ് നമ്മൾ ഷൂട്ട് നടന്നത്. അപ്പം അറ്റ് എ ടൈം ഒരുപാട് ക്രൗഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് താങ്ക്സ് പറയാവുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ അടുത്താണ്. കാരണം നമ്മുടെ ജിമ്മീഷും എല്ലാവരും ഈ പറഞ്ഞ ADs, ഇപ്പം എൻ്റെ അസിസ്റ്റൻസ്, അസോസിയേറ്റ് എല്ലാവരും രണ്ട് സൈഡിൽ നിന്നിട്ട് നമ്മൾ ഫുൾ എൻ്റെ ക്രൗഡിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുക. കാരണം നമ്മൾ ആദ്യം തന്നെ തീരുമാനമുണ്ടായിരുന്നു, ഒന്നുകിൽ വിത്ത് ക്രൗഡ് ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുക വിത്തൗട്ട് ക്രൗഡ്. അപ്പോൾ വിത്തൗട്ട് ക്രൗഡ് എന്നുള്ളത് മാത്രമേ ആക്ച്വലി പോസിബിൾ ഉള്ളൂ. കാരണം വിത്ത് ക്രൗഡ് ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉണ്ടാവും. ചിലപ്പം ജാഫർ ഭായിന്റെ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ നെക്സ്റ്റ് ഷോട്ടിൽ നമുക്ക് വീണ്ടും റീടേക്ക് വേണമെങ്കിൽ ആ ക്രൗഡ് എൻറ്റയർലി മാറും. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആകെ ഓപ്ഷൻ ഉള്ളത് രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്യുക. നമ്മുടെ ഒരു 8-10 ജൂനിയേഴ്സ് നമ്മൾ കയ്യിലുണ്ട്. അപ്പോൾ അവരെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക എന്നുള്ളതാണ്. സോ അതിനെ സഹായിച്ച നമ്മുടെ ഫുൾ ക്രൂ മെമ്പർ. കാരണം ആർട്ടിസ്റ്റ് പോലും ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, തെറി വിളിക്കുന്നുണ്ടായിരുന്നു. സോ ഈ സമയത്തൊക്കെ ആർട്ടിസ്റ്റ് അവരുടെ മൈൻഡൊക്കെ കൺട്രോൾ ചെയ്ത്, കാരണം അത്രയും ക്രൗഡിനിടയിൽ ഷൂട്ട് ചെയ്യണം ഭയങ്കര ഇമ്പോസിബിൾ ആണ്. ബട്ട് നമ്മളുടെ ഈ ഒരു മൂവി കാണുമ്പോൾ തന്നെ ആ ഒരു സൈലൻസ് ആണ് കിട്ടുക. കാരണം സൈലന്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പൊ നൈറ്റ് ആയാൽ പോലും ഇവർ രണ്ടുപേരും മാത്രം നിൽക്കുന്നു, ആ ഒരു ഫീല് കിട്ടും. കാരണം ആ ഡയറക്ടർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ സൈലന്റ് ആയിട്ടുള്ള ഷോട്ട് വേണം, ആ ഒരു പോസ് വേണം, ഈ ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് എന്താണോ വർഷം ഉദ്ദേശിച്ചത് അത് കറക്റ്റായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല എനിക്കും നിർബന്ധം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഒരു വാരണാസിനെ കാണിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പോലെ ഒരുപാട് ആൾക്കാരെ കാണിച്ച വാരണാസിനെ ഭംഗി കിട്ടില്ല. സോ അവിടെ ക്രൗഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാക്സിമം കുറക്കാന്നുള്ളതാണ്. ബട്ട് സംഭവം നമ്മുടെ ടീം കാരണം അത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ താങ്ക്സ് മൈ ടീം, എൻ്റെ ടീം. മാം ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും എടുത്തു നോക്കിയാലും ഭയങ്കര ഹൈപ്പുള്ള ഒരു കഥാപാത്രങ്ങളുണ്ട്, ക്ലാസിക്കലായിട്ട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ പ്രേക്ഷകൻ എപ്പോഴും റിലേറ്റീവ് ആണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സീനുകൾ കേൾക്കുമ്പോൾ അങ്ങനെ സിഗ്നേച്ചറാണ്. അപ്പം ലീല എത്രത്തോളം ഒരു സിഗ്നേച്ചറിൽ ഒരു ഐഡന്റിറ്റി ചെയ്യുന്ന ഒരു കഥാപാത്രമായിരിക്കും മാമിനെ സംബന്ധിച്ച്? நீங்க ஆக்ட் பண்ண எல்லா கேரக்டர்ஸ் பார்த்தாலும் ஒரு ஐடென்டிட்டி, ஒரு பிரத்யேக சிக்னேச்சர் இருக்கும். അപ്പം எந்த ஏதாவது சீன் பார்த்தாலும் இல்ல ஏதாவது பாட்டு கேட்டாலும் உங்களை ஞாபகம் எந்த ஆடியன்ஸுக்கு கிடைக்கும். അപ്പം இந்த ஃபிலிம் கமிட் பண்ணியாச்சு. അപ്പം இந்த ஃபிலிம்ல லீலா என்ற கதாபாத்திரம் எவ்வளோ ஐடென்டிட்டி ஆடியன்ஸ் கொடுக்கும்? எந்த மாதிரி ஐடென்டிட்டி ஆடியன்ஸ்க்கு லீலாவை பார்த்ததும் கிடைக்கும். எல்லாருக்கும் ஒரு பர்மிஷன் கிடைக்கும். எல்லா லேடிஸ் எல்லாருக்கும் ஒரு 50 இயர்ஸ்க்கு அப்புறமும், இப்போ நம்ம சொசைட்டியில் ஒரு லேடிஸ்க்கு 50 இயர்ஸ் ஆச்சுன்னா நம்ம என்ன நினைக்கிறோம்னா நம்ம லைஃப் அவ்வளோதான் அப்படின்னு நினைக்கிறோம். பட் 50 இயர்ஸ்க்கு அப்புறமும் நம்மளுக்கு ஒரு உரிமை இருக்குது, ரைட் இருக்குது. நம்மளோட ஹாப்பினஸை தேடுறதுக்கு நம்மளுக்கு உரிமை இருக்குது. எல்லாருக்கும் கடைசி நாள் வாழ்க்கையில் வரைக்கும் நம்மளுக்கு ஹாப்பியாக இருக்கிறதுக்கு நம்மளுக்கு ரைட் இருக்குது. நம்ம லைஃப் 50 இயர்ஸில் ஃபினிஷ் ஆகுதில்லை. அந்த இன்ஸ்பிரேஷன் எல்லா லேடிஸ்க்கும் கிடைக்கும். ஜென்ஸுக்கு இந்த படத்துலன்னு என்னென்னா
நம்ம ஒருத்தருக்கு ஒருத்தர் சப்போர்ட் பண்ணுறது, பாண்டிங், ரிலேஷன்ஷிப் எல்லாமே நம்மளுக்கு தெரிஞ்ச மாதிரி ஒரு ரொமான்டிக் ரிலேஷன் இல்லை, அதுக்கும் மேலே ஒரு பந்தம், ஒரு ஸ்னேகம் அது இருக்குது. அந்த பியோர், அந்த வேர்ட் திருப்பி திருப்பி என் மைண்டில் அதுதான் வருது, ஒரு பியூரிட்டி ஆஃப் லவ். ஸோ இந்த 3 ஆஸ்பெக்ட் தான் இந்த படத்துக்கு அப்புறம் மைண்டில் இருக்கும்னு நினைக்கிறேன். ஒரு 50 ஏஜுக்கு அப்புறம் ஒரு லேடிக்கு இன்னும் ஹாப்பியாக இருக்கிறதுக்கு ரைட் இருக்குது. அப்புறம் எவ்ரி மேனுக்கு அந்த டியூட்டி, ரெஸ்பான்சிபிலிட்டி இருக்குது. அவங்க பக்கத்தில் இருக்கிற எல்லா லேடியும் எப்படி சப்போர்ட் பண்ணணும், தங்கையாக இருக்கட்டும், மதராக இருக்கட்டும், ஒய்ஃபாக இருக்கட்டும், அண்ட் யாரோ ஸ்ட்ரேஞ்சராக இருக்கட்டும். ஏன்னா இந்த படத்தில் அதுதான், ஸ்ட்ரேஞ்சர் தான் ஒருத்தருக்கு ஒருத்தர் சப்போர்ட் பண்ணுறாங்க. ஸோ அது ஒரு டேக்அவே இருக்குது. அண்ட் லவ் இஸ் பியோர். லவ்க்கு வந்து எப்போவுமே டைட்டில், ஒரு பேர், ஒரு ரிலேஷன்ஷிப்புன்னு இருக்காது. பியூராக லவ் ஃபீல் பண்ணால் அது எல்லார் மனசுக்கும் கனெக்ட் ஆகும். அண்ட் அந்த லவ் நம்ம எல்லாருக்கும் வேணும் அப்படின்னு ஒரு ஃபீலிங் இருக்குது. இந்த படத்தை பார்த்தப்பறம் எல்லாருக்கும் அந்த ஃபீல் வேணும். எனக்கு என்னோட லைஃப்ல இந்த மாதிரி யாராவது இருக்காங்களா அப்படின்னு ஒரு ക്വസ്റ്റ്യനിൽ തിയേറ്ററിൽ വരും. അതേപോലെ മാം ഈ ഫിലിമിൽ മേക്കപ്പ് യൂസ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോഴുള്ള പല സിനിമകളിലും ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ഉണ്ടെങ്കിൽ എന്റെ ക്യാരക്ടറിന് മേക്കപ്പ് വേണം എന്ന് ഡിമാൻഡ് ചെയ്യും. മോസ്റ്റ് ആർട്ടിസ്റ്റ് ഡിമാൻഡ്സ് മേക്കപ്പ്. நிறைய ஆர்டிஸ்டுகள் இல்லை ரொம்ப சீனியராக இருந்தால் அந்த உங்களை மாதிரி சீனியர் ஆக்டர்ஸ் மட்டும்தான் இந்த மாதிரி மேக்கப் இல்லைன்னு பரவாயில்ல, இந்த கேரக்டர் அதாவது டிமாண்ட் பண்ணுறேன் அந்த மாதிரி ஆக்ட் பண்ணுறதுக்கு ரெடியாக இருக்கு. அந்த அந்த மாதிரி இன்னைக்கு அதாவது அப்கமிங் ஜென்ரேஷன்ஸ் ஆர் நவ் who is acting film, what do you want to say about them? எல்லாருக்கும் ஒரு ஆக்டருக்கு ஒரு லைஃப் இருக்கு, ஒரு ஜேர்னி இருக்கு. அவங்க ஸ்டேஜஸ்ல அந்த சாய்ஸ் பண்ணுவாங்க. இப்போ நான் 20 year old ரோஜா பண்ணிருச்சு கூட நான் மேக்கப் இல்லாமல் பண்ணேன். ஏன்னா அவ்வளோ என்னோட டைரக்டர் அவளோட இதை நான் ட்ரஸ்ட் பண்ணேன். மணி சார், சந்தோஷ் சார் சொன்னாங்க இதில் மேக்கப் கூடாதுன்னு. ஸோ அப்போது எனக்கு வாய்ஸ் இல்லாமல் மணி சார் சொல்லியிருக்காங்கன்னா அதை அப்படி பண்ணிட்டு போகணும். இப்போ இந்த ஸ்டேஜ் ஆஃப் மை லைஃப் நான் என்ன ரோல் வேணாலும் எனக்கு அந்த ரோல் என்னோட ஹார்ட்டோட கனெக்ட் ஆச்சுன்னா மேக்கப் ஆர் நோ மேக்கப் ஐ திங்க் அது செகண்டரி அப்படின்னு நான் இப்போ சொல்கிறேன். ஆனால் இந்த செட்டில் கூட ஃபர்ஸ்ட் 2 days நான் என் டைரக்டரோட ரொம்ப சண்டை போட்டேன், கொஞ்சமாவது மேக்கப் அலோவ் பண்ணுறதுக்கு. ஃபர்ஸ்ட் ஒரு வருஷம் மேம் இங்கே எனக்கு விடவே இல்லை மேக்கப் போட. ஆனால் இங்கே என்னை இன்னொரு வாட்டி ஒரு விஷயம் சொல்லி என்னை டெம்ப்ட் பண்ணாங்க. என்ன சொன்னாங்கன்னா நான் வந்து கொஞ்சமாவது என்னை மேக்கப் போட விடுங்க அப்படின்னு நான் கெஞ்சுவேன். ஆனால் அவங்க கேமராலேன்னு பார்த்துட்டு கொஞ்சம் கம்மி பண்ணு அப்படின்னு வருவாங்க. அப்புறம் ஒரு நாள் இவங்க சொன்னாங்க, மேம் இது அவார்ட் வின்னிங் ஸ்டோரி மேம், இதில் உங்களுக்கு அவார்ட் கிடைக்கும், அவார்ட் வேணும்னா மேக்கப் போடக்கூடாது, மேக்கப் போட்டால் அவார்ட் கிடைக்காது அப்படின்ட்டாங்க. அதுக்கப்புறத்துலேருந்து நான் மேக்கப் விட்டேன். അടുത്തൊരു ഫിലിം എന്താണെന്നാണ് ഇപ്പം സൗത്ത് ഇന്ത്യ ആൻറ്റിസിപ്പേറ്റഡ് ആക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമയിൽ നോക്കി കഴിയുമ്പോൾ അടുത്തൊരു പടം ഏതാണെന്നാണ് സത്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഇപ്പം ആസ് എ പ്രൊഡ്യൂസർ ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു 10% ഇപ്പോൾ ഒരു ഹിറ്റ് ഉറപ്പിക്കാം എന്നൊരു നിലയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോജക്റ്റിലേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടനെ കാസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം ഇത്രത്തോളം അദ്ദേഹത്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ചിന്ന ആശയങ്ങളുള്ള ഹോപ്പ് എത്രത്തോളം കൂടിയിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടം ഞാൻ വർഷയോട് പറയുന്ന സമയത്ത് ഞാനത് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് റീസൺ ഇതിൻ്റെ ലൊക്കേഷൻ വാരണാസി ആയതുകൊണ്ടാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും ഞാനൊരു ലാസ്റ്റ് 10 years ആയിട്ട് വാരണാസി പോകുന്ന ആളാണ്. സോ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും വാരണാസി പോയി 2 ദിവസം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. സോ വർഷയെ കഥ പറയുന്ന നേരത്ത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് വാരണാസിയാണ്. സോ അപ്പോഴേ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. ബാക്കി കാര്യങ്ങൾ വന്നതായിരിക്കും ഇതിന് ഈ ക്യാരക്ടറിന് 2 ക്യാരക്ടറിനും വർഷ വളരെ ആപ്റ്റായ 2 പേരെയാണ് സജസ്റ്റ് ചെയ്തത്. സോ അന്നേരം ഇന്ദ്രൻസേട്ടൻ നമുക്കെല്ലാവരും ഫേവറേറ്റ് ആണ്. നമ്മൾ നമ്മുടെ വീട്ടിലൊരാളായിട്ട് നമ്മുടെ അച്ഛനായിട്ടോ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ആളാണ്. സോ എപ്പോഴും ആ ഒരു ക്യാരക്ടറിൽ ചേർന്ന് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. പിന്നെ മധു മാം നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയ നമ്മുടെ ചൈൽഡ്ഹുഡ് ഹീറോയിനാണ്. സോ ഈ കാശി വളരെ ഇഷ്ടപ്പെട്ടു. സോ ഇന്ദ്രൻസേട്ടൻ ആയതുകൊണ്ട് ഈ പടം 2 വർഷം മുമ്പ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ എങ്ങനെയാണെന്ന് ഞാൻ ജഡ്ജ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും വാരണാസി ബാക്ക്ഡ്രോപ്പ് ആയതുകൊണ്ടും നല്ല കഥ ആയതുകൊണ്ടും ഹിറ്റാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. സോ ഇപ്പോൾ ആഫ്റ്റർ 1.5 years ഇന്നസെന്റിന്റെ കരിയറിലെ ഏറ്റവും നല്ല സമയത്താണ് നിൽക്കപ്പെടുന്നത്. കറുപ്പിലെ സിനിമ കണ്ടിരുന്നു. കറുപ്പിൽ വളരെ ഗംഭീര പെർഫോമൻസ് ആണ്. സോ നമ്മുടെ സിനിമയ്ക്കും അതിൻ്റെതായ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കറുപ്പിന് ശേഷം വരുന്ന ഹീറോ മൂവിയാണ്. ഞങ്ങളുടെ പടവും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ വളരെ നല്ല ഹോപ്പാണ് ഈ പടത്തെ പറ്റി. താങ്ക് യു.
നോർമലി വലിയ പടങ്ങൾ വരുമ്പോൾ നമ്മൾ രണ്ട് ലോണാണ് നമ്മളെ പറഞ്ഞ പോലെ രണ്ടും രണ്ട് ജോണർ ആയതുകൊണ്ട് രണ്ട് ഓഡിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ബഹളമുള്ള മൂവിയൊന്നുമല്ല, അതായത് ലൈറ്റ് ഹാർട്ടായിട്ടുള്ളൊരു മൂവിയാണ്. അങ്ങനെ കാണുന്ന ഓഡിയൻസ് ഉണ്ടെന്ന് പറയാം. ബാലൻ ഓഫ് കോഴ്സ് ട്രെയിലറിൽ കണ്ടിട്ട് ഭയങ്കര അടിപൊളി ട്രെയിലറാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ളൊരു മൂവിയാണ്. അതിന് പേടിയൊന്നുമല്ല, നമ്മളൊരു മൂവിക്കൊരു അത് ഡിസേർവ് ചെയ്യുന്നത് കിട്ടുമെന്ന് വിശ്വസിക്കുന്നതാണ്. ഞാൻ പറയും, ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഗട്ട് ഫീൽ സ്റ്റാർട്ട് ചെയ്തൊരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിലീസും അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെടണം എന്നാണ്, ഈ ജോണർ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കണക്ട് ആവണം എന്നുള്ളൊരു വലിയ ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. അത് മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. നമുക്കൊരു ചെറിയ ടൈമിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് സലീമേട്ടൻ നമ്മളെ വിട്ടു. അപ്പം സലീമേട്ടൻ കാണാൻ ഇന്ദ്രചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം സലീമേട്ടനായിട്ടുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? കുറച്ച് പടങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സലീമേട്ടൻ ഓർക്കുന്നത്? സലീമിനെ ഒരു ഒരുമിച്ച് അഭിനയിച്ചു എന്നതിനധികം കഥ പറയുന്നൊരു കൂട്ടുകാരനാണ്. നമ്മൾ എപ്പോൾ കണ്ടാലും വായിച്ചിട്ടില്ല ചില പുസ്തകങ്ങളെ കുറിച്ച്, പത്രത്തിൽ വന്ന വാർത്തയെക്കുറിച്ച്, അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കും. സലീം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കഥകൾ പറയും. അത് അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ളത്. എപ്പോഴും കാണുമ്പോൾ നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും കാര്യങ്ങളും ഈ സിനിമയായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനായിരുന്നു. അത് വല്ലാതെ മനസ്സിന് ഒരു പ്രത്യേക അറയിൽ സൂക്ഷിച്ച ഒരു കൂട്ടുകാരൻ. താങ്ക് യു സോ മച്ച്. സാറിന് ആക്ച്വലി അത്രയും പരിചയമില്ലായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് മൂവീസൊക്കെ റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മാമിനെ സംബന്ധിച്ചിടത്തോളം വർഷയ്ക്ക് മാഷ് എന്ന ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ആക്ടറാണെന്ന് വർഷയ്ക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിനൊന്നും ഇടപെട്ടിട്ടില്ല. ആക്ച്വലി ഞാനാണെങ്കിലും എൻ്റെ രീതിക്കും മാഷിനും ആപ്റ്റായിട്ടുള്ള ആക്ടേഴ്സ് ഞാൻ ചൂസ് ചെയ്തു. അതുകൊണ്ട് രണ്ടുപേർക്കും എനിക്ക് അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. മാഷ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ പേടിയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, എനിക്കൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. യെസ്, ഫ്ലൈറ്റ് ഉണ്ട്, ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട്. സോ ഫൈനലി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു സെഷൻ. താങ്ക് യു സോ മച്ച്. സോ ബൗജി പ്രൊഡക്ഷൻസ് ത്രൂ ചിന്ന ആസൈ 19th റിലീസ് ആവുന്നത്. 19th ഇതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. റിലീസിനും എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടാവുമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ലാസ്റ്റ് എല്ലാവരുടെ അടുത്തും ഒരു ബൈ കൂടെ പറയാം. ഒത്തിരി സന്തോഷമുണ്ട് വേഫെയർ ഫിലിംസ് ഈ ഒരു പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ. നമ്മുടെ പടം കണ്ടതിന് ശേഷം ഈ പടത്തിലുള്ള വിശ്വാസമായിരിക്കാം അവർ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാനുള്ള സിനിമ. അതിനെപ്പറ്റി അറിയില്ല, വേഫെയറിന്റെ ടീം പടം കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, പടം എടുത്തു. Yes, thank you. So as usual we know that Wayfarer നല്ലത് മാത്രമാണ് എപ്പോഴും തരാറ്. അതുകൊണ്ട് ചിന്നാസിയും ഞങ്ങൾക്ക് ഒരു ഗംഭീര പടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യാണ് ഞങ്ങൾ. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ലീവ് ചെയ്തോട്ടെ അല്ലേ? യെസ്, എല്ലാവരും ജോയിൻ ചെയ്തൊരു ഫോട്ടോയിലേക്ക് മൂവ് ചെയ്യാം.